ഹലോ. അപ്പോൾ എം എസ് എസിൻ്റെ നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് നോക്കാം. നമ്മൾ ഫിഫ്ത്ത് മോഡലിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലേമ, അച്ചീവ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി. ഇതൊക്കെയാണ് നമ്മളുടെ ഫിഫ്ത്ത് മോഡലിലെ ആദ്യം വരുന്ന ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്താണ് ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി? സോഫ്റ്റ്വെയർ ക്വാളിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എൻ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ് അപ്ലൈഡ് ഇൻ ദ മാനർ ദാറ്റ് ക്രിയേറ്റ്സ് എ യൂസ്ഫുൾ പ്രോഡക്റ്റ് that provide measurable value for those who produce it and those who use it. അപ്പം എന്താ ഒരു ക്വാളിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയതും ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആൾക്കും അതേപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ആൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം. നമുക്ക് ഇത് വെറുതെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലയൻറ്റ് വന്ന റിക്വയർമെൻറ്റ്സ് ആ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണം. അതോടൊപ്പം അത് സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് അതൊരു ഓവർ ഹെഡ് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ആവാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെയാണ് നമ്മളൊരു ക്വാളിറ്റി ഉള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഡിഫൈൻഡ് ആസ് ചോദിച്ചെന്താണ്? ആൻ എഫക്റ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ് അപ്ലൈഡ് ഇൻ എ മാനർ ദാറ്റ് ക്രിയേറ്റ്സ് എ യൂസ്ഫുൾ പ്രോഡക്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് മെഷറബിൾ വാല്യൂ ഫോർ ദോസ് ഹു പ്രൊഡ്യൂസ്ഡ് ഇറ്റ് ആൻഡ് ദോസ് ഹു യൂസ് ഇറ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ലോഗിൻ സ്ക്രീനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡേറ്റ് പിക്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് അടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡേറ്റ് പിക്ക് ചെയ്യുന്ന ഒരു കോളം ഉണ്ടെന്നായിരിക്കുക. അവിടെ നമുക്ക് ഒരിക്കലും എന്താ പറയുക ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഫീൽഡുകൾ കൊടുക്കാൻ പാടില്ല. പകരം നമ്മളെന്താ പ്രോപ്പറായിട്ട് ഡേറ്റ് പിക്കർ ഇട്ട് കൊടുക്കണം. അതേപോലെ റേഡിയോ ബട്ടൺസ് മൾട്ടിപ്പിൾ വാല്യൂസ് ഒരേ സമയം അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ ചെക്ക് ബോക്സിൻ്റെ ഓൺലി ചെക്ക് ചെയ്തേക്കുന്ന വാല്യൂസ് മാത്രം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരം ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം നമുക്കെന്താ ഉപയോഗിക്കുന്ന എൻഡ് യൂസറിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഈസ് ഓഫ് യൂസ് അതേപോലെ തന്നെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. അതുമാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് അത് എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള ബിസിനസ് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. അതിപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞു സപ്പോർട്ട്സ് എനി എഫേർട്ട് അറ്റ് ബിൽഡിംഗ് എ ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ക്രിയേറ്റ്സ് ചെക്സ് ആൻഡ് ബാലൻസ് ദാറ്റ് ഹെൽപ്സ് അവോയ്ഡ് പ്രൊജക്റ്റ് കൺഫ്യൂഷൻ. അപ്പോൾ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും അതിന് ബാലൻസ് ചെയ്യാനും എന്തൊക്കെയാണ് അവോയ്ഡ് പ്രൊജക്റ്റിൻ്റെ കൺഫ്യൂഷൻസ് എല്ലാം നമ്മൾ ഒഴിവാക്കണം. ആക്ടിവിറ്റീസ് സച്ച് എസ് ചേഞ്ച് മാനേജ്മെൻറ്റ് ടെക്നിക്കൽ റിവ്യൂ. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് സച്ച് എസ് ചേഞ്ച് മാനേജ്മെൻറ്റ് ടെക്നിക്കൽ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ടെക്നിക്കൽ റിവ്യൂ നടത്തിയതിന് മാത്രം നമ്മൾ കൊടുക്കാൻ പാടില്ല, അത് അപ്ലൈ ചെയ്യാൻ പാടില്ല. എ യൂസ്ഫുൾ പ്രോഡക്റ്റ് ഡെലിവേഴ്സ് ദ കണ്ടൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് കണ്ടൻറ്റും ഫങ്ഷൻസും ഫീച്ചേഴ്സും പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യണം. ദാറ്റ് എൻഡ് യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് യൂസേഴ്സിന് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള കണ്ടൻറ്റും ഫങ്ഷൻസും ഫീച്ചേഴ്സും ആ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ബട്ട് ആസ് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഡെലിവേഴ്സ് ദീസ് അസറ്റ്സ് ഇൻ ദ റിലയബിൾ എറർ ഫ്രീ വേ. അതുമാത്രമല്ല റിലയബിളും എറർ ഫ്രീ ആയിട്ടുള്ള ഈ രീതിയിൽ മാത്രമേ നമ്മൾക്ക് ഈ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ. സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ ഗെയിൻസ് ആഡഡ് വാല്യൂ ബിക്കോസ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ റിക്വയർസ് ലെസ് മെയിൻ്റനൻസ് എഫേർട്ട്. ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഗുണം എന്താ? നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസ് എഫേർട്ട് വളരെ സിമ്പിളായിരിക്കും. കാരണം ഒരു കോംപ്ലക്സ് ആയിട്ട് എന്താ പറയുക ഒരു അടുക്കും ചിട്ടയില്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻ ഇല്ലാതെ ഡെവലപ്പ് ചെയ്ത ഒരു ക്വാളിറ്റി കൺട്രോളൊന്നും ഇല്ലാതെ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ പിന്നീട് അത് മെയിൻ്റനൻസ് എടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ അത് ഒരു ഓർഗനൈസേഷന് അതൊരു എന്താ പറയുക വാല്യൂ ആയിരുന്നു. അതിന് ഫ്യൂവർ ബഗ് ഫിക്സസ് ആൻഡ് റെഡ്യൂസ് കസ്റ്റമർ സപ്പോർട്ടൊക്കെ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഫ്രീക്വൻ്റ് ആയിട്ട് ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്ത് ഇന്ന എററൊക്കെ ഉണ്ടെന്ന് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ പറഞ്ഞ് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്മൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് പുതിയ പ്രൊജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതുമാത്രമല്ല ലെസ് റീവർക്കും ഉണ്ടാകും. പിന്നെ അടുത്ത എന്താ? ഇത് യൂസർ കമ്മ്യൂണിറ്റി ഗെയിൻസ് ആഡഡ് വാല്യൂ ബിക്കോസ് ദ ആപ്ലിക്കേഷൻ പ്രൊവൈഡ്സ് എ യൂസ്ഫുൾ കാപ്പബിലിറ്റി ഇൻ ദ വേ ദ എക്സ്പെർട്ടീസ് ആൻഡ് സം ബിസിനസ് പ്രോസസ്സ്. എല്ലാവർക്കും എന്താ പറയുക ആ സോഫ്റ്റ്വെയറിനുള്ള ഗുണങ്ങൾ വളരെ കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മറ്റുള്ള നമ്മൾ ട്രഡീഷണൽ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ നിന്ന് മേടിച്ചിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമറിന് അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അയാളുടെ ടൈമും അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ആ കസ്റ്റമറിൻ്റെ എന്താ പറയുക കുറച്ച് വാല്യൂ ആഡ്സ്
ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്തത് ഗാർവിൻസ് ക്വാളിറ്റി ഡയമെൻഷൻസ്. ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇതിലെന്തൊക്കെ നമ്മൾ പെർഫോമൻസ് ക്വാളിറ്റി, ഫീച്ചർ ക്വാളിറ്റി, റിലയബിലിറ്റി, കോൺഫോർമൻസ്, ഡ്യൂറബിലിറ്റി, സർവീസബിലിറ്റി, എസ്തെറ്റിക്സ്. ഇതൊക്കെയാണ് ഗാർവിൻസ് ക്വാളിറ്റി ഡയമെൻഷൻ എന്ന് പറഞ്ഞത് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഡയമെൻഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് ക്വാളിറ്റി ദ സോഫ്റ്റ്വെയർ ഡെലിവേഴ്സ് ഓൾ ദ കണ്ടൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ദാറ്റ് ആർ സ്പെസിഫൈഡ് ആസ് പാർട്ട് ഓഫ് ദ റിക്വയർമെൻറ്റിൽ പറഞ്ഞിരുന്ന എല്ലാ കണ്ടൻറ്റും ഫീച്ചേഴ്സും ഫങ്ഷൻസും എല്ലാം നമ്മൾ ഡെലിവർ ചെയ്തിരിക്കും. പിന്നെന്താ ഫീച്ചർ ക്വാളിറ്റി ഡസ് ദ സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് ഫീച്ചേഴ്സ് ദാറ്റ് സർപ്രൈസ് ആൻഡ് ഡിലൈറ്റ് ദ ഫസ്റ്റ് ടൈം ഇൻ യൂസേഴ്സ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയറിനകത്ത് ഒരു വൗ ഫാക്ടർ ഉണ്ടാവണം. എപ്പോഴും നമ്മൾ എൻ്റെ യൂസേഴ്സ് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഇത് എപ്പോഴും നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരുമ്പോൾ അതിനകത്ത് അവർ പുതിയ പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യും. ഇപ്പോൾ iOS ഒക്കെ പുതിയ സോഫ്റ്റ്വെയർ പുതിയ റിലീസൊക്കെ വരുമ്പോൾ കണ്ടില്ലേ, അവർ പുതിയ കസ്റ്റമറിന് വാവ് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുക, അതൊക്കെ അവർ എടുത്ത് പറയുകയും ചെയ്യുക. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്സാണ് ഇതൊക്കെ. പിന്നെന്താ കോൺഫോർമൻസ് ഡസ് ദ സോഫ്റ്റ്വെയർ കോൺഫോം ടു ലോക്കൽ ആൻഡ് എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് ദാറ്റ് ആർ റിലവൻറ്റ് ടു ദ ആപ്ലിക്കേഷൻ. അപ്പോൾ ലോക്കലായിട്ടുള്ള എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എന്താ പറയുക അത് മീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നോക്കണം. ഡ്യൂറബിലിറ്റി ക്യാൻ ദ സോഫ്റ്റ്വെയർ ക്യാൻ ബി മെയിൻറ്റൈൻഡ് ഓർ കറക്റ്റഡ് വിത്തൗട്ട് ഇൻ്റർവെറ്റ് ജനറേഷൻ അൺഇൻറ്റൻറ്റഡ് സൈഡ് എഫക്ട്സ്. ഇത് ചേഞ്ചസ് ബിക്കോസ് ദ എറർ റേറ്റ് റിലയബിലിറ്റി ഡിഗ്രേഡ് വിത്ത് ടൈം. അപ്പോൾ നമ്മൾ ഓവർ ദ ടൈം അത് മെയിൻ്റനൻസ് കൊടുത്തില്ലെങ്കിൽ, അതേപോലെ ബഗ്ഗുകൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ സോഫ്റ്റ്വെയറിൻ്റെ റിലയബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും ബഗ്ഗൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ സോഫ്റ്റ്വെയറിന് അപ്ഡേറ്റ് വരുന്നത്, ഇതൊക്കെ ഇങ്ങനത്തെയുള്ള ഡ്യൂറബിലിറ്റി ഓവർ ദ ടൈം കുറയുന്നവർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അത് അപ്ഡേറ്റുകളായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പഴയ OSകൾ കുറേ ബഗ്ഗുകൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ പഴയ ആദ്യം ഇറങ്ങിയ ഒരു റിലീസിലൊക്കെ എന്തെങ്കിലും ബഗ് ഉണ്ടാവും സോഫ്റ്റ്വെയറിൻ്റെ, അത് പിന്നെ നമ്മൾ ഓവർ ദ ടൈം കണ്ടുപിടിക്കും ഈ ബഗ് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് കുറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള കുറേ ഡാറ്റ കുറേ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് എന്താ പറയുക, ഈ ഡാറ്റാബേസിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയൊരു എന്തെങ്കിലും ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്ന മെത്തേഡ് എന്തെങ്കിലും മാറ്റണം എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എന്താ അതിനകത്ത് പറയുന്നത്, ഡ്യൂറബിലിറ്റി കഴിഞ്ഞാൽ സർവീസബിലിറ്റി ക്യാൻ ദ സോഫ്റ്റ്വെയർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ഓർ കറക്റ്റഡ് ഇൻ ആക്സെപ്റ്റബിൾ ഷോർട്ട് ടൈം പീരീഡ്. ഒരു ഷോർട്ട് ടൈം പീരീഡിനുള്ളിൽ നമ്മളുടെ സോഫ്റ്റ്വെയറിലെ ബഗ്ഗുകൾ ഫിക്സ് ചെയ്തിട്ട് കസ്റ്റമറിന് ഡെലിവർ ചെയ്യണം. അല്ലെങ്കിൽ വെബ്സൈറ്റോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ഒക്കെ പ്രോപ്പറായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, സർവീസ് ടൈം കൊണ്ട് അത് അതിലത്തെ ബഗ്ഗുകളും അതിലത്തെ ഇഷ്യൂസൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ തിരിച്ച് കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലാക്കി കൊടുക്കുക. ആൻഡ് സപ്പോർട്ട്സ് അക്വയർ ഓൾ ദി ഇൻഫർമേഷൻ ദേ നീഡ് ടു മേക്ക് ചേഞ്ചസ് ഓർ കറക്റ്റ് ഡിഫക്ട്സ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ടായിട്ട് ടീമിന് കറക്റ്റായിട്ടുള്ള ബഗ്ഗിൻ്റെ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഇഷ്യൂസിൻ്റെ ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുത്താൽ മാത്രമേ ഈ സർവീസബിലിറ്റി പെട്ടെന്നാവുള്ളൂ. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ എപ്പോഴും ഭയങ്കര പ്ലീസിങ് ആയിരിക്കണം. നമുക്ക് ഉപയോഗിക്കുന്ന യൂസറിന് അത് ഈസി ടു യൂസ് ആയിരിക്കണം. അതുമാത്രമല്ല അതിൻ്റെ UI എപ്പോഴും പ്ലീസിങ് ആയിരിക്കണം, ബെറ്റർ കളേഴ്സ് ആയിരിക്കണം, നമുക്ക് ഐ കംഫർട്ട് വരുന്ന കളേഴ്സ് ആയിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എസ്തെറ്റിക്സിൽ വരുന്നത്. അതേപോലെ മക്കൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളൊരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓപ്പറേഷൻ, പ്രൊഡക്റ്റ് റിവിഷൻ, പ്രൊഡക്റ്റ് ട്രാൻസിഷൻ. മെയിൻ്റെനബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ടെസ്റ്റബിലിറ്റിയാണ് പ്രൊഡക്റ്റ് റിവിഷനിൽ വരുന്നത്. പോർട്ടബിലിറ്റി, റീയൂസബിലിറ്റി, ഇൻ്റർപ്രെറ്റബിലിറ്റിയാണ് പ്രൊഡക്റ്റ് ട്രാൻസിഷനിൽ വരുന്നത്. പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്തെങ്കിലും കറക്റ്റ്നെസ്, റിലയബിലിറ്റി, യൂസബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, there is no the extent to the when the program satisfies the സ്പെസിഫിക്കേഷൻ ആൻഡ് ഫുൾഫിൽസ് ദ കസ്റ്റമേഴ്സ് മിഷൻ ഒബ്ജക്ട്സ്. അപ്പോൾ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് എടുക്കുന്നത് നമ്മൾ റിക്വയർമെൻറ്റ്സ് എടുക്കും. ആ റിക്വയർമെൻറ്റ്സ് എടുത്തതും നമ്മൾ ഫൈനൽ ഡെലിവറി പ്രോഡക്റ്റ് നമ്മൾ ഉള്ള റിക്വയർമെൻറ്റ്സും പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് എന്ത് റിക്വയർമെൻറ്റാണ് കസ്റ്റമർ കഴിഞ്ഞ് ആ റിക്വയർമെൻറ്റ് പ്രോപ്പറായിട്ട് ആ കസ്റ്റമർക്ക് ഫൈനൽ പ്രോഡക്റ്റിൽ ഡെലിവറി ചെയ്ത് കൊടുക്കണം.
പിന്നെന്താ റിലയബിലിറ്റി, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ പ്രോഗ്രാം ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു പെർഫോം ഇറ്റ് ഇൻഡിപെൻഡന്റ് ടു ദ ഫംഗ്ഷൻ വിത്ത് റിക്വയർഡ് പ്രിസിഷൻ. It should be noted that the other more than complete definition liability have been proposed. ഇതിലെന്താ പറയുന്നത്, നമ്മൾ ഒരു ഫംഗ്ഷൻ അത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ആ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഈ കാര്യങ്ങളൊന്നും റണ്ണാവാനൊന്നും പാടില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ ഫോം സബ്മിറ്റ് ചെയ്യാനേ പാടുള്ളൂ. അതിനൊപ്പം വേറെ എന്തെങ്കിലും ഈ സർവീസുകൾ റണ്ണായിട്ട് ആ സോഫ്റ്റ്വെയറിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും റൺ ചെയ്യാൻ പാടില്ല. എഫിഷ്യൻസി, ദ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ആൻഡ് കോഡ് റിക്വയർഡ് ബൈ എ പ്രോഗ്രാം ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ. ഇതിൽ എഫിഷ്യൻസി നമ്മൾ പറഞ്ഞു, എപ്പോഴും നമ്മൾ ലൈൻ ഓഫ് കോഡ്സ് വളരെ കുറവ് വേണം. അതേപോലെ തന്നെ നമ്മൾ റിസോഴ്സുകൾ മിനിമം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ നമ്മളുടെ റാം, പ്രൈമറി മെമ്മറി, അതേപോലെ സെക്കൻഡറി സ്റ്റോറേജ്, അതേപോലെ തന്നെ പ്രോസസ്സിൻ്റെ സ്പീഡ്, ഇതൊക്കെ വളരെ കുറവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം ഇതുകൊണ്ടുള്ള ഗുണം എന്താ, സോഫ്റ്റ്വെയറിൻ്റെ എഫിഷ്യൻസി കൂടും. അടുത്തത് ഇൻറ്റഗ്രിറ്റി, എക്സ്റ്റെൻറ്റ് ടു വിച്ച് ആക്സസ് ടു സോഫ്റ്റ്വെയർ ഓർ ഡാറ്റ അൺഓതറൈസ്ഡ് പേഴ്സൺ ക്യാൻ ബി കൺട്രോൾഡ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, സോഫ്റ്റ്വെയർ ഡാറ്റ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ IAM എന്നുള്ള ഒരു ഫീച്ചർ എനേബിൾ ആയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ഐഡൻറ്റിറ്റി അതിൻ്റെ ഓതറൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാവണം. പിന്നെ യൂസബിലിറ്റി എന്ന് പറയുന്നത് എഫേർട്ട് റിക്വയർഡ് ടു ലേൺ, ഓപ്പറേറ്റ്, പ്രിപ്പയർ ഇൻപുട്ട് ഫോർ ദ ഇൻ്റർപ്രറ്റ് ഔട്ട്പുട്ട് ഓഫ് ദ പ്രോഗ്രാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ക്ലയൻറ്റ് ഇത്രയും ഇങ്ങനെ കുറേ റിക്വയർമെൻറ്റ് പറഞ്ഞ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. പക്ഷേ ആ സോഫ്റ്റ്വെയർ ക്ലയൻറ്റിന് മനസ്സിലാവാത്ത വിധത്തിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചാൽ എന്താ കുഴപ്പം, ആ ക്ലയൻറ്റിന് അത് മനസ്സിലാക്കാനുള്ള ലേണിംഗ് കർവ് വളരെ കൂടുതലായിരിക്കും. ക്ലയൻറ്റ് മനസ്സിലാക്കും ഇതൊരു ഒരു പൊട്ട സോഫ്റ്റ്വെയറാണ്, ഇവർക്ക് ഇനി ഇത് കൊടുക്കണ്ട, അല്ലെങ്കിൽ ക്ലയൻറ്റും ഓർഗനൈസേഷൻ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ലെവലിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കൊച്ചു കുട്ടിക്ക് എടുത്ത് നോക്കിയാലും അത് മനസ്സിലാവണം. ആ UA കണ്ടു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനാണ് എളുപ്പമായിരിക്കണം. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, പണ്ട് കമാൻഡ് ലൈൻ ബേസ്ഡ് സോഫ്റ്റ്വെയർസും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ പ്രശ്നം എന്തായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴെന്താ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നുള്ള ആപ്പിളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതേപോലെ മൗസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്താ ഒരു സാധാരണ ഒരു യൂസറിനും ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ എളുപ്പമായി. അപ്പോൾ അത് അവിടെ എന്താ സിംപ്ലിസിറ്റിയാണ് ആ UAയിലിട്ട്, ആ എൻ്റെ യൂസർ ഇൻ്റർഫേസിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സിംപ്ലിസിറ്റിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്താ പറ്റി, നമുക്ക് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാനുള്ള എളുപ്പം കൂടി. അപ്പോൾ എപ്പോഴും യൂസബിലിറ്റിയാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെന്താ മെയിൻ്റെയിൻ എഫേർട്ട് റിക്വയർഡ് ടു ലൊക്കേറ്റ് ആൻഡ് ഫിക്സ് എറർ ഇൻ എ പ്രോഗ്രാം. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തിട്ട് അത് നമ്മൾ ഡെലിവർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിനകത്തൊരു ബഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് പോകുന്നൊരു കാര്യത്തിൽ ബഗ് ഉണ്ട്. ആ പ്രിൻ്റ് പോകുന്നതിന് നമ്മൾ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ബഗ് വന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിച്ച് ലൊക്കേറ്റ് ചെയ്ത് എന്ത് ബഗ്ഗാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് പറ്റും. നമുക്ക് ആ പ്രിൻറ്റിങ് എന്നുള്ള ഫീച്ചർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് ബഗ് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെയായിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. അങ്ങനെ കോഡ് ചെയ്യുന്നതിന് കുറച്ച് കോഡിങ് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ കുറച്ച് കോഡിങ് സ്ട്രക്ചേഴ്സൊക്കെ നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം. അടുത്തത് എന്താ ഫ്ലെക്സിബിലിറ്റി, എഫേർട്ട് റിക്വയർഡ് ടു മോഡിഫൈ ഓപ്പറേഷണൽ പ്രോഗ്രാം. അപ്പോൾ എന്താ ഈ ഫ്ലെക്സിബിലിറ്റി നമ്മളിപ്പോൾ ക്ലയൻറ്റിന് ഒരു ഇത് കൊടുത്ത് സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്ത് കൊടുത്ത് 5 വർഷം കഴിഞ്ഞിട്ട് ആ ക്ലയൻറ്റ് വേണ്ടി എനിക്ക് വേറൊരു ഫീച്ചറും കൂടി ആഡ് ചെയ്യണം, അത് മാത്രമല്ല ഈ ഫീച്ചറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഫീച്ചറും കൂടി എനിക്ക് ഇതിനകത്ത് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയർ ഒന്ന് ആദ്യം വീണ്ടും റീവർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റീവർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഫേർട്ട് വളരെ കുറവായിട്ടുള്ള വിധത്തിലേക്കും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭാവിയിലേക്ക് റീവർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ സോഫ്റ്റ്വെയർ അതിന് നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ MVC ആർക്കിടെക്ചർ ഉപയോഗിക്കാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആർക്കിടെക്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യും. ടെസ്റ്റബിലിറ്റി എന്താ, എഫേർട്ട് റിക്വയർഡ് ടെസ്റ്റ് എ പ്രോഗ്രാം ടു എൻഷുർ ഇപ്പോൾ പെർഫോമൻസ് ഇൻഡിപെൻഡൻ്റ് ഫംഗ്ഷൻ. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ടെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയും വേണം.
പിന്നെ പോർട്ടബിലിറ്റി, എഫേർട്ട് ടു ട്രാൻസ്ഫർ പ്രോഗ്രാം ഫ്രം വൺ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം എലിമെൻറ്റ് അനദർ. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വർക്ക് ചെയ്താൽ പോരല്ലോ, അത് മൾട്ടിപ്പിൾ സിസ്റ്റത്തിൽ അങ്ങ് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ കണ്ടെയ്നറൈസേഷൻ ടെക്നോളജീസ്, ഡോക്കേഴ്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ പാക്കേജ് ഇൻസ്റ്റാളേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേ പോർട്ടബിലിറ്റി എൻഷുർ ചെയ്യും. അടുത്തെന്താ റീയൂസബിലിറ്റി, എക്സ്റ്റെൻഡ് ടു വിച്ച് പ്രോഗ്രാം ക്യാൻ ബി റീയൂസ് ഇൻ അതർ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്താ റീയൂസബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. റീയൂസബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മൾ എന്തൊരു ഫംഗ്ഷൻ എഴുതുമ്പോഴും അത് നമുക്ക് ഭാവിയിൽ റീയൂസ് ചെയ്യാൻ പറ്റണേ എന്നുള്ളതിലാണ് നമ്മൾ എഴുതാം. നമ്മളെപ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക, റീയൂസബിലിറ്റി കൂടി നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താ, ISO 9126 ക്വാളിറ്റി ഫാക്ടേഴ്സ്. അതിലെന്തൊക്കെയാണ് ഫംഗ്ഷനാലിറ്റി, റിലയബിലിറ്റി, യൂസിബിലിറ്റി, എഫിഷ്യൻസി, മെയിൻ്റെനൻസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയും പറയുന്നത്. നിങ്ങളത് വായിച്ച് നോക്കാം. പിന്നെന്താ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലേമ. നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ, അത് ഒരു ടെറിബിൾ ക്വാളിറ്റി ആണെങ്കിൽ എന്താ പറയുക, അത് ആരും വാങ്ങില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ക്വാളിറ്റിയിൽ കുറേ സമയം കോസ്റ്റും ക്വാളിറ്റിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ കുറേ സമയം എടുക്കും. പക്ഷേ നമുക്ക് എൻ്റെ പ്രോഡക്റ്റ് നല്ലൊരു ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റുള്ളൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും. പക്ഷേ എന്താ പ്രശ്നം, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല ആ സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് വളരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലേമ. ഒരു കോയിൻ്റെ രണ്ട് സൈഡ് എന്ന് പറഞ്ഞ പോലെ. ടെറിബിൾ ക്വാളിറ്റി ആയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആരും വാങ്ങില്ല. സോഫ്റ്റ്വെയർ വളരെ നന്നായി ക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് അതിൻ്റെ കൂടും. അതുമാത്രമല്ല അതിൻ്റെ എന്താ പറയുക, അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കോയിന് രണ്ട് സൈഡ് പോലെയാണ്. അതിലെന്താ, നമ്മൾ ടെറിബിൾ ക്വാളിറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആരും മേടിക്കില്ല. അത് മാത്രമല്ല അത് ടൂ മച്ച് പെർഫെക്റ്റ് ആയാലും എന്താ കുഴപ്പം, നമുക്ക് കുറേ സമയം അത് സ്പെൻഡ് ചെയ്ത് നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് ഭയങ്കര പെർഫെക്റ്റ് സ്റ്റാക്കിയാളുമ്പോൾ നമുക്കതിൻ്റെ ഡെവലപ്മെൻറ്റ് കോസ്റ്റും കൂടും. അത് മാത്രമല്ല നമുക്ക് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ, നമുക്ക് പ്രോപ്പറായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഔട്ട് ഓഫ് ബിസിനസ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡിലേമ എന്ന് പറയുന്നത്. Good enough software delivers high quality functions and features that end users desire, but at the same time it delivers more unclear or specialized functions and features that contain non bugs. അപ്പോൾ ഗുഡ് ഇനഫ് സോഫ്റ്റ്വെയർ എന്നുള്ള പ്രശ്നം എന്താ, അത് ഹൈ ക്വാളിറ്റി ഫങ്ഷൻസ്, ഗുഡ് ഇനഫ് സോഫ്റ്റ്വെയർ ഡെലിവേഴ്സ് ഹൈ ക്വാളിറ്റി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും ആൻഡ് ഫീച്ചേഴ്സ് ദാറ്റ് എൻഡ് യൂസേഴ്സ് ഡിസയർ. ബട്ട് സെയിം ടൈം എന്താ, അതിനകത്ത് ബഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദ കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്താ, includes all cost including the pursuit of quality or inform the quality related service. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയ കോസ്റ്റിനെയാണ്, അത് മാൻ പവർ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ റിസോഴ്സ് കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ ബഡ്ജറ്റായിട്ടുള്ള കോസ്റ്റ് ആവാം. ഇങ്ങനത്തെ കോസ്റ്റ് ഒക്കെ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത്. റിസ്ക് എന്നത് ഇംപ്ലിക്കേഷൻ ഈസ് ലോ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഇൻക്രീസ് റിസ്ക്. അപ്പോൾ ക്വാളിറ്റി കുറയും തോറും സോഫ്റ്റ്വെയറിൻ്റെ റിസ്ക് കൂടും ഫോർ ബോത്ത് ഡെവലപ്പർ ആൻഡ് എൻഡ് യൂസർ. അപ്പോൾ എൻഡ് യൂസറിനും ഇപ്പോൾ ഡെവലപ്പർക്കും റിസ്ക് കൂടും എപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാൽ. അടുത്തത് നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി. The work begins with the best intentions on both sides, but by the time the system is delivered, the things gone bad. The system is late, fails, delays, desires features and functions is error prone and does not meet customers' approval. Legal actions happen. പിന്നെ നമുക്ക് എന്താ നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി ഉണ്ട്. നമ്മൾ ചില സമയത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് എന്തായിട്ട് രണ്ടുപേരുടെയും എഗ്രിമെൻ്റ് പ്രകാരം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെയും എൻഡ് യൂസറുടെയും എഗ്രിമെൻ്റ് പ്രകാരം നമ്മൾ ഇത് എന്താ പറയുക ഈ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ചിലപ്പോൾ ഒരു പ്രശ്നം വരും, എന്താ, നമ്മൾക്ക് സിസ്റ്റം ഈസ് ലേറ്റ്, ഫെയിൽസ് ടു ഡെലിവർ ഡിസൈർ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ചിലപ്പോൾ നമ്മൾ മൊത്തം സിസ്റ്റം ഡെലിവർ ചെയ്യാൻ വൈകുകയും അല്ലെങ്കിൽ അവർ പറഞ്ഞ ഫങ്ഷൻസോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഫീച്ചേഴ്സോ നമ്മൾ ആഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മുടെ അടുത്ത് കസ്റ്റമർ
ലീഗൽ ആക്ഷൻസ് എടുക്കും. അതാണ് നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി ആൻഡ് സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ ദാറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് ഹൈ ക്വാളിറ്റി ഈസ് ഈസിയർ ടു ഹാക്ക് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ലോസ് ക്വാളിറ്റി സോഫ്റ്റ്വെയർ ക്യാൻ ഇൻഡയറക്ട്ലി ഇൻസെക്യൂർ ആൻഡ് സെക്യൂരിറ്റി റിസ്ക്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനകത്ത് പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഹാക്കേഴ്സ് അതേപോലെ ഈ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് അതേപോലെ നോൺ അറ്റാക്ക് അൺനോൺ അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒഴിവാക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കുന്നത്. അപ്പോൾ പാസ്വേഡ്സൊക്കെ മാസ്ക് ചെയ്യണം. അതേപോലെ തന്നെ ഹാഷ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഹാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി. അതേപോലെ എന്താ പറയുക ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ആക്സസ് ഉണ്ടാകാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഉണ്ടാവണം. അടുത്ത എന്താ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആക്ഷൻ സോഫ്റ്റ്വെയർ ക്വാളിറ്റി is often influenced by the management decisions and it is technological decisions. Even the best software engineering practice can be subverted by poor business decision. അപ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കുമല്ലോ, ആ ഓർഗനൈസേഷൻ്റെ പുവറായിട്ടുള്ള ഡിസിഷൻ കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കാം. അടുത്താണ് എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ ക്വാളിറ്റി നേടാവുന്നത്. സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഡസൻ ജസ്റ്റ് അപ്പയർ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഗുഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് സോളിഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. അപ്പോൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ ഗുഡ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് വഴിയും അതേപോലെ സോളിഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് വഴി മാത്രമേ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ഇഫ് യു എക്സ്പെക്ട് ടു ബിൽഡ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. നമുക്ക് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് നമ്മൾ എന്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ളൊരു എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. യു മസ്റ്റ് അലോൺ കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ഡിസൈൻ ദാറ്റ് conforms to problem while at the same time exhibit the characteristics lead software that exhibits the quality dimensions and factors. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ എന്ത് സാധനമാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അടുത്തത് എന്താ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. എന്താ നമ്മളെപ്പോഴും പ്രൊജക്റ്റ് മാനേജർ എപ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടൈമിന് എപ്പോഴും മോണിറ്റേർഡ് ആയിരിക്കണം. എന്തൊക്കെ ഡെലിവറി ഡേറ്റ്സ് എല്ലാം അച്ചീവബിൾ ആയിരിക്കണം. അതേപോലെ ഷെഡ്യൂൾ ഡിപ്പെൻഡൻസ് പിന്നെ നമുക്ക് റെസിസ്റ്റ് ടെംപ്റ്റേഷൻ ടു യൂസ് ഷോർട്ട് കട്ട്സ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ടീം ചിലപ്പോൾ ചില ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കും. ഈ എന്താ പറയുക നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്താ പറയുക ഡെലിവറി ഡേറ്റൊക്കെ നോക്കുന്നതിന് വേണ്ടി എന്താ പറയുക ഈ ഡെവലപ്പേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉടായ്പൊക്കെ ഉറപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ പ്രൊജക്റ്റ് മാനേജർ എപ്പോഴും മോണിറ്റർ ചെയ്യണം. അതേപോലെ റിസ്ക് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക്. ക്വാളിറ്റി കൺട്രോൾ എന്താ പറയുന്നത് ensure that each work conducted meet the quality goals. Models are reviewed. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ മോഡൽസിൻ്റെ അതേപോലെ തന്നെ ഈ കോഡ് അതേപോലെ തന്നെ സീരീസ് ഓഫ് ടെസ്റ്റിങ്സ് അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് ക്വാളിറ്റി കൺട്രോൾ എൻഷുർ ചെയ്യണം. അടുത്ത ക്വാളിറ്റി അഷുറൻസ് എസ്റ്റാബ്ലിഷ് ദ ഇൻഫ്രാസ്ട്രക്ചർ that support solid software engineering methods, rational project management and quality control. ഇന്ത്യൻ്റെ ബിൽഡ് ഹൈ ക്വാളിറ്റി. അപ്പോൾ ക്വാളിറ്റി അഷുറൻസ് നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് അഷ്യൂർ ചെയ്യണം. The software quality assurance and the software quality assurance is an activity that applied throughout the software process. സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഏറ്റവും അവസാനം ചെയ്യേണ്ട കാര്യമല്ല. അത് എവിടെ നിന്നാണോ നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ആയിട്ട് തുടങ്ങുന്നത്, റിക്വയർമെൻറ്റ് അനാലിസിസ് അതേപോലെ ഡിസൈനിങ് അതേപോലെ തന്നെ നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അതേപോലെ ടെസ്റ്റിങ് ഡിപ്ലോയ്മെൻറ്റ് ഇവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് പ്രോപ്പറായിട്ട് ഉണ്ടാവണം. സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് encompass in the SQL process specify the quality assurance quality control task. അതിലെന്തൊക്കെ ക്വാളിറ്റി കൺട്രോൾ ടാസ്ക് എപ്പോഴൊക്കെ വന്ന് ടെക്നിക്കൽ റിവ്യൂസും മൾട്ടി ടയർഡ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവണം. എഫക്റ്റീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അതേപോലെ കൺട്രോൾ ഓഫ് ദ ഓൾ ദി സോഫ്റ്റ്വെയർ വർക്ക് പ്രോഡക്ട്സ് ആൻഡ് ചേഞ്ചസ് മേഡ്. അപ്പോൾ അതിനകത്തുള്ള ഓരോ എന്താ പറയുക ചേഞ്ചസുകളും അതേപോലെ തന്നെ എൻഡ് പ്രൊഡക്റ്റൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. ആൻഡ് പ്രോഡ്യൂസ് പ്രൊസീജിയർ ടു എൻഷുർ ദ കമ്പാരിയൻസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അതിനുള്ള മെഷർമെൻറ്റ്സും റിപ്പോർട്ടിംഗ് മെക്കാനിസംസും ഉപയോഗിക്കണം.
ഇതിൽ എലമെൻറ്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് നമ്മളിപ്പോൾ IEEE അല്ലെങ്കിൽ ISO ഉള്ള ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. IEEE ആൻഡ് ISO സ്റ്റാൻഡേർഡ്സ് ആൻഡ് അതർ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻസ് ഹാവ് പ്രൊഡ്യൂസ്ഡ് ബോർഡ് അറേ ഓഫ് ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ നമുക്ക് IEEEയും ISO ആണ് മെയിനായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇതിലായാലും സ്റ്റാൻഡേർഡ്സ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില IT കമ്പനികളുടെ ISO 9001 ആൻഡ് 2000 എന്നുള്ള സ്റ്റാൻഡേർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ റിവ്യൂ ആൻഡ് ഓഡിറ്റ്സ്. പ്രോപ്പറായിട്ടുള്ള റിവ്യൂ ആൻഡ് ഓഡിറ്റ്സും ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് പോകണം. ടെസ്റ്റിങ് പിന്നെ നമ്മളെന്ത് പറയുന്നത് ടെസ്റ്റിംഗ് വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ക്വാളിറ്റി കൺട്രോൾ ഫംഗ്ഷൻ അതായത് പ്രൈമറി ഗോളിൻ്റെ എന്താ അതിൽ സോഫ്റ്റ്വെയർ ഡെലിവറിക്ക് മുന്നേ അതിലുള്ള എറേഴ്സൊക്കെ കണ്ടുപിടിച്ച് പ്രോപ്പറായിട്ട് എന്താ പറയുക സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഉണ്ടാക്കണം. അതേപോലെ എറർ ഡിറ്റക്ഷൻ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ദ ഓൺലി വേ ടു ഇംപ്രൂവ് മെഷർ ഡ്യൂറിങ് SQA കളക്ട്സ് ആൻഡ് അനലൈസ് എറേഴ്സ് ആൻഡ് ഡിഫക്ട് ഡാറ്റ to better understand how the errors are introduced and how the engineering activities best suitable to the limit. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ടീം അതിലുള്ള എറേഴ്സൊക്കെ കണ്ടുപിടിച്ച് ആ എറർ എങ്ങനെ വന്നു, അത് ആ എറർ എന്താണെന്ന് മനസ്സിലാക്കി ആ എറർ എങ്ങനെ വന്നു അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്ത എന്താ പറയുന്നത് ചേഞ്ച് മാനേജ്. ചേഞ്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ആസ്പെക്ട്സ് ഓഫ് സോഫ്റ്റ്വെയർ. നമ്മൾ എപ്പോഴും ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മെയിനായിട്ട് കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓരോ എന്താ പറയുക ഡെലിവറബിൾ കഴിയുമ്പോൾ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഈ ചേഞ്ചസൊക്കെ വരുമ്പോഴത്തെ പ്രശ്നം എന്താ കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഈ കൺഫ്യൂഷൻസൊക്കെ പ്രോപ്പറായിട്ട് എന്താ പറയുക ഈ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാകുമ്പോഴത്തെ പ്രശ്നം കഴിഞ്ഞാൽ ഇത്തരം കൺഫ്യൂഷൻസ് നമ്മുടെ സോഫ്റ്റ്വെയർ ക്വാളിറ്റീനെ ബാധിക്കും. അപ്പോൾ ഈ SQ എന്ത് ചെയ്യണം, ഈ ചേഞ്ച് മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് എന്താ പറയുക മോണിറ്റർ ചെയ്ത് ഇത്തരം കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എന്താ എഡ്യൂക്കേഷൻ. എവരി സോഫ്റ്റ്വെയർ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു ഇംപ്രൂവ് ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. കീ കോൺട്രിബ്യൂട്ട് ടു ഇംപ്രൂവ് എഡ്യൂക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല എന്താ പറയുക അതിൻ്റെ മാനേജേഴ്സിനും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ആ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് എന്താണെന്നും അതേപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കൊടുക്കാം. പിന്നെ വെണ്ടർ മാനേജ്മെൻറ്റ്. കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർ അക്വയർഡ് ഫ്രം ദ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ വെൻഡേഴ്സ്, ഷ്രിങ്ക് റാപ്ഡ് പാക്കേജസ് അല്ലെങ്കിൽ ടൈലർ ഷെല്ല്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക ചില സോഫ്റ്റ്വെയർ ഡെവലപ്പിങ്ങിന് വേണ്ടി നമ്മൾ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ വെൻഡേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അവർ തരുന്ന എന്താ പറയുക കസ്റ്റം ഡിസൈൻഡ് ആയിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കണം. അതേപോലെ ജോബ് ഓഫ് ദ SQ ഓർഗനൈസേഷൻ ഈസ് ടു എൻഷുർ ദാറ്റ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ റിസൾട്ട്സ് ബൈ ദ സജസ്റ്റിംഗ് ദ സ്പെസിഫിക് ക്വാളിറ്റി പ്രാക്ടീസ് ദാറ്റ് വെൻഡർ ഷുഡ് ഫോളോ. അപ്പോൾ നമ്മൾ വെൻഡർ എടുത്ത് പറയണം ഇത്തരം ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പിങ്ങിന് വേണ്ടി ഇത്തരം എന്താ പറയുക സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് നിങ്ങളുടെ എക്സ്റ്റേണൽ സപ്പോർട്ട് തരേണ്ടതെന്ന് പറയണം. അടുത്ത എന്താ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്. വിത്ത് ഇൻക്രീസ് സൈബർ നമ്മൾ കാണുന്നൊരു കാര്യമാണ് എന്താ പറയുക ഈ സൈബർ ക്രൈംസ്. നമ്മുടെ സോഫ്റ്റ്വെയറിനെതിരെയുള്ള ഈ അറ്റാക്കുകൾ അതേപോലെ തന്നെ വെബ്സൈറ്റിലെതിരെയുള്ള അറ്റാക്കുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പോളിസീസും അതേപോലെ തന്നെ സെക്യൂരിറ്റി മെഷേഴ്സും എടുത്തു വെച്ചിരിക്കണം. എന്താ പറയുക നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ സേഫ്റ്റി അതേപോലെ ഡാറ്റയുടെ സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടി. പിന്നെ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഒരു വെബ് ബേസ്ഡ് ആപ്പൊക്കെ ആണെങ്കിൽ അതിനകത്ത് എന്താ പറയുക നമ്മളൊരു ഫയർ വാൾ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാക്കി വെക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്. അടുത്ത സേഫ്റ്റി എന്തൊക്കെയാണ് വരുന്നുണ്ട്. ബിക്കോസ് സോഫ്റ്റ്വെയർ ഓൾമോസ്റ്റ് ഓൾവേസ് പ്യൂരിറ്റി കമ്പോണൻറ്റ് ഹ്യൂമൻ റിലേറ്റഡ് സിസ്റ്റംസ്. ദ ഇമ്പാക്ട് ഓഫ് ദ ഹിഡൻ ഡിഫക്ട്സ് ക്യാൻ കാറ്റസ്ട്രോഫിക്. ചിലപ്പോൾ ചില സമയത്ത് എന്താ ഹിഡൻ ആയിട്ടുള്ള ഇഫക്റ്റുകൾ വളരെ എന്താ പറയുക വലിയൊരു ദുരന്തത്തിലേക്ക് പോകാൻ സാധ്യത. ഇപ്പോൾ പണ്ട് ബോയിങ്ങിൻ്റെ 737 MAX എന്നുള്ള വിമാനത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിമാനം പറന്നുയർന്നു കഴിഞ്ഞ് ഒരു സെർട്ടൻ പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്യും. അത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അവർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ വെച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരു എറർ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് എയറിൽ വെച്ചിട്ട് ആ വിമാനം വളരെ മുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും മുകളിലെത്തിയതിന് ശേഷം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് വളരെ വേഗത്തിൽ താഴോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ആ വിമാനത്തിൻ്റെ കൺട്രോൾ പോയിട്ട് വിമാനം ക്രാഷ് ആവാനുള്ള സാധ്യത ആവുമായിരുന്നു. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ എററായിരുന്നു അത്. അപ്പോൾ ഇത്തരം അതൊരു ഹിഡനായിട്ടുള്ള എററായിരുന്നു അത്. ആക്ച്വലി അത് കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്തിരുന്നു. കുറേ നാളെ
ആ ബോയിങ്ങിൻ്റെ 737 മാക്സിൻ്റെ വിമാനം ഈ ഗ്രൗണ്ട് ചെയ്തൊക്കെ ഇടേണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു എറർ കാരണം, ജസ്റ്റ് ഒരു സെൻട്രൽ ഗ്രാവിറ്റി കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ എറർ കാരണം ധാരാളം ഫ്ലൈറ്റുകൾ തുറന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു ചെറിയൊരു എറർ ഉണ്ടായുള്ള കുഴപ്പം എന്താ, അത് ചിലപ്പോൾ ഉണ്ടാക്കുന്ന നാശനഷ്ടം വളരെ വലുതാകും. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓട്ടോണമസ് കാറിൽ എന്താ പറയുക, പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അതെന്ത് പറ്റും, അത് പോയി ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് എന്താ പറയുക, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു ചെറിയൊരു എറർ ഉണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ളൊരു ഡിസാസ്റ്ററായി മാറാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ എന്താ പറയുക ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ അങ്ങനെ തെറ്റിപ്പോയാൽ ചിലപ്പോൾ അവിടെ കോടികളായിരിക്കും എന്താ പറയുക അവിടുത്തെ സ്റ്റാഫിന് നഷ്ടം വരാൻ സാധ്യത, അല്ലെങ്കിൽ ബാങ്കിന് നഷ്ടം വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെറിയൊരു ഫംഗ്ഷനിലുള്ളൊരു തെറ്റ് കൊണ്ടാവാൻ സമയം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ ചെറിയ നെഗ്ലിജൻസ് വഴിയൊക്കെയാവും ഇത് പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കണം. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, ഓൾസോ അനാലിസിസ് മിറ്റിഗേഷൻ റിസ്ക് കൺസേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് റെസ്ക്യൂ ഓർഗനൈസേഷൻ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർലി കണ്ടക്ട്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യണം. അടുത്തത് SQO ടാസ്ക്, പ്രിപ്പയർ ദ SQO പ്ലാൻ ഫോർ ദ പ്രൊജക്റ്റ് ഉണ്ടാവണം. അതേപോലെ പാർട്ടിസിപ്പേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രൊജക്ട്സ് സോഫ്റ്റ്വെയർ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ, റിവ്യൂസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്ടിവിറ്റീസ്, വെരിഫൈ ദ കമ്പാലിയൻസ് ആൻഡ് ഡിഫൈൻ ദ സോഫ്റ്റ്വെയർ പ്രോസസ്സ്. അതേപോലെ ഓഡിറ്റ്സ് ഡിസൈൻ ദ സോഫ്റ്റ്വെയർ വർക്ക് products to verify the compliance of the defined as a part of the software process, ensure the deviations in the software work produce and document handle. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രിപ്പയർസ് ആൻഡ് SQO പ്ലാൻ ഫോർ ദ പ്രോജക്റ്റ്. നമ്മൾ പ്രൊജക്റ്റിന് വേണ്ടി എപ്പോഴും നല്ലൊരു എന്താ സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് പ്ലാൻ അതൊരു ടീമായിട്ട് നിന്ന് തുടക്കം മുതൽ അവസാനം വരെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് ഡെലിവർ ചെയ്യണം. പാർട്ടിസിപ്പൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് സോഫ്റ്റ്വെയർ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ. അതിലെന്താ സോഫ്റ്റ്വെയർ ടീം എന്ത് ചെയ്യുന്നു, ഒരു പ്രോസസ് ഫോർ ദ വർക്ക് ഉണ്ടാക്കും. അതിൻ്റെ SQO ഗ്രൂപ്പ് അത് റിവ്യൂ ചെയ്യും. അങ്ങനെ റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ കറക്റ്റായിട്ടുള്ള കമ്പാലിയൻസും അതേപോലത്തെ പോളിസീസും മീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ പ്രോപ്പറായിട്ട് പ്രൊജക്ട് പ്ലാനിലൂടെ പോകുന്നുണ്ടോ എന്ന് നോക്കും. അടുത്ത് എന്താ റിവ്യൂ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആക്ടിവിറ്റീസ് ടു വെരിഫൈ ദ കമ്പാരിസൺ വിത്ത് ദ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ പ്രോസസ്. ഇതിലെന്താ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് SQO ഐഡൻറ്റിഫൈ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ട്രാക്ക് ദ ഡീവിയേഷൻ ഓഫ് ദ പ്രോസസ് ആൻഡ് വെരിഫൈ ദ കറക്ഷൻസ് ഹാവ് ടു മേഡ്. അപ്പോൾ എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ SQO ടീംസ് മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷനിലേക്ക് നയിക്കും. ഓഡിറ്റ്സ് ഡെസിഗ്നേറ്റഡ് സോഫ്റ്റ്വെയർ വർക്ക് പ്രോഡക്ട്സ് ടു വെരിഫൈ കമ്പാരിസൺ വിത്ത് ദോസ് ഹു ഡിഫൈൻഡ് ആസ് ദ പാർട്ട് ഓഫ് ദ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ റിവ്യൂസ് സെലക്ടഡ് പ്രോഡക്ട്സ് ഐഡൻറ്റിഫൈ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ട്രാക്സ് ദ ഡീവിയേഷൻ. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഡീവിയേഷൻസ് ഒക്കെ ഈ സോഫ്റ്റ്വെയർ ടീം എന്താ പറയുക SQO ടീം റിവ്യൂ ചെയ്ത് കണ്ടുപിടിക്കും. ഇതൊക്കെയാണ് SQO ടാസ്ക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ മെഷർമെൻറ്റ് ക്വാളിറ്റി മെഷർമെൻറ്റ്സ് ആൻഡ് മെട്രിക്സ് എന്തൊക്കെ റിക്വയർമെൻറ്റ് ക്വാളിറ്റി, ഡിസൈൻ ക്വാളിറ്റി, കോഡ് ക്വാളിറ്റി, QC എഫക്റ്റീവ്നെസ്. അതിലെന്തൊക്കെ വരുന്നത്, ആംബിഗ്യൂറ്റി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്നെസ് വരുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ക്വാളിറ്റിയിൽ റിക്വയർമെൻറ്റ് ക്വാളിറ്റി എന്താ ആംബിഗ്യൂറ്റി ഉണ്ടാകും. അപ്പോൾ നമ്പർ ആംബിഗ്യൂഷൻ മോഡിഫയേഴ്സ് ഉണ്ടാകും, മെയിൻ ലാർജ് മെട്രിക്സ് എന്താ ഹ്യൂമൻ ഫ്രണ്ട്ലി. കംപ്ലീറ്റ്നെസ് എന്താ നമ്പർ ഓഫ് TB ആൻഡ് TBD. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ വാലിഡിറ്റി ഉണ്ട്, ട്രേസബിലിറ്റി ഉണ്ട്, മോഡൽ ക്ലാരിറ്റി ഉണ്ട്. ഡിസൈൻ ക്വാളിറ്റി എന്താ ആർക്കിടെക്ചറിൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ പിന്നെ എന്താ വെച്ചാൽ ആർക്കിടെക്ചർ മോഡൽ കറക്റ്റായിട്ട് ഉണ്ടാവണം. കമ്പോണൻറ്റ് കംപ്ലീറ്റ്നെസ്, എല്ലാ കമ്പോണൻസും കംപ്ലീറ്റ് ആയിട്ട് ആർക്കിടെക്ചറിൽ ഉണ്ടാവണം. ഇൻ്റർഫേസ് കോംപ്ലക്സിറ്റി, നമുക്ക് ഇൻ്റർഫേസ് എപ്പോഴും എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള ലേ ഔട്ടിലാക്കണം. പാറ്റേൺസ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റീയൂസബിൾ ആയിട്ടുള്ള പാറ്റേൺസ് യൂസ് ചെയ്യണം. കോഡ് ക്വാളിറ്റി എന്താ കോംപ്ലക്സിറ്റി ഒട്ടും അധികം കോംപ്ലക്സിറ്റി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ മെയിൻറ്റൈനബിൾ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ഇപ്പോൾ ഈ ഭാവിയിൽ വേറൊരു ഡെവലപ്പർ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ആ കോഡ് മനസ്സിലാവണം. അതേപോലെ തന്നെ റീയൂസബിൾ ആയിരിക്കണം, കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ വേണം. QC എഫക്റ്റീവ്നെസ് എന്താ റിസോഴ്സ് അലോക്കേഷൻ, കംപ്ലീഷൻ റേറ്റ്, അതേപോലെ റിവ്യൂ എഫക്റ്റീവ്നെസ്, ടെസ്റ്റിംഗ്. പിന്നെ റിസോഴ്സ് അലോക്കേഷനെ എന്താ പറയുക ഓരോ ഇതിനും പ്രൊജക്റ്റിനും പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക റിസോഴ്സ്, അത് എന്തൊക്കെ റിസോഴ്സ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സ്റ്റാഫ്, അതേപോലെ തന്നെ അങ്ങനത്തെയുള്ള ഈ റിസോഴ്സുകൾ അലോക്കേഷൻ പ്രോപ്പറാണ്. കംപ്ലീഷൻ റേറ്റ് എന്താ ആക്ച്വൽ വേഴ്സസും ബഡ്ജറ്റ് കംപ്ലീഷൻ റേറ്റും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കംപ്ലീഷൻസ് കറക്റ്റായിട്ട് പോകുന്നതിനുള്ളതാണ് കംപ്ലീഷൻ റേറ്റ് വരുന്നത്. റിവ്യൂ എഫക്റ്റീവ്നെസ് എന്താ റിവ്യൂ മെട്രിക്സ് വെച്ചിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റിവ്യൂസ് പോകുന്നതെന്ന് നോക്കണം.
അത് പിന്നെ ടെസ്റ്റിംഗ് എഫക്റ്റീവ്നെസ്, നമ്പർ ഓഫ് എറേഴ്സ് ഫൗണ്ട് ഇൻ ദ ക്രിട്ടിക്കൽ എഫർട്ടും റിക്വയർഡ് ടു കറക്റ്റ് ദ എറർ. ഇത് ഒറിജിനൽ എറർ, നമ്മൾ എറർ കണ്ടുപിടിച്ച് അത് ശരിയാക്കുന്നതിനുള്ള എന്താ പറയുക സമയം. അടുത്ത